നിങ്ങളിൽ കുറച്ച് പേരെങ്കിലും എന്നോട് ചോദിച്ചിട്ടില്ലേ, എന്ത് പറ്റി ചേച്ചി ഒരാഴ്ചയായിട്ട് വീഡിയോ ഒന്നും കാണുന്നില്ലല്ലോ, ഓക്കെ അല്ലേ എന്നൊക്കെ. സത്യം പറഞ്ഞാൽ ഒരാഴ്ചയായിട്ട് വലിയ സുഖമൊന്നും ഇല്ലായിരുന്നു. അതിൻ്റെ കാരണം എല്ലാം ഓപ്പണായിട്ട് പറയാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. എന്നാലും നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന കുറച്ച് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ടാവില്ലേ, അതായത് നല്ല കുറച്ച് ഫ്രണ്ട്സ്, എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും നമ്മളെ കൂടെ ചങ്ക് പറിച്ച് നിൽക്കുന്ന നമ്മൾ കരുതുന്ന കുറച്ച് ഫ്രണ്ട്സ്, ആ ഒരു വിശ്വാസം അല്ലെങ്കിൽ ആ ഒരു ബോണ്ട് നഷ്ടപ്പെട്ട ഒരാഴ്ചയായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ കൂടുതൽ പറയാനായിട്ട് എനിക്ക് ഇപ്പോഴും പറ്റുന്നില്ല. കാരണം ആ ഒരു ട്രസ്റ്റ് ഇഷ്യൂ വന്നു, നല്ല ഫ്രണ്ട്ഷിപ്പ് എനിക്ക് ബ്രേക്ക് ചെയ്യേണ്ടി വന്നു. ബിക്കോസ് മുഖത്ത് നോക്കി ചിരിച്ചിട്ട് നമ്മുടെ മാറി നിന്ന് കുറ്റം പറയുക, അങ്ങനെയൊക്കെ കുറേ സംഭവവികാസങ്ങൾ. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിയുമ്പോൾ നേരെ എന്താ ചെയ്യുക, മനസ്സ് വിഷമിക്കുമ്പോൾ ഒന്നുകിലും ഞാൻ വീട്ടിലേക്ക് പോകും, അമ്മ ഉണ്ടാക്കുന്ന നല്ല നല്ല ഫുഡുകൾ കഴിക്കും, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഇങ്ങോട്ട് വരും, പിന്നെ കരച്ചിലായി ബഹളമായി, കുഴപ്പമില്ല, വീട്ടിലുണ്ടാക്കുന്ന കുറച്ച് ഫുഡ് കഴിച്ച് വീട്ടുകാരോട് സംസാരിച്ച് ചിരിച്ചിരിക്കുമ്പോൾ തന്നെ ഞാൻ പകുതി ഓക്കെ ആകും. ഇതൊരു റിയലൈസേഷൻ്റെ കാലഘട്ടം കൂടിയാണ് കേട്ടോ. കാരണം എത്ര തിക്ക് ഫ്രണ്ട്സ് ആണെങ്കിലും നമ്മൾക്ക് നോ പറയേണ്ട സാഹചര്യത്തിൽ നോ തന്നെ പറയണം. വൺസ് അത് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിലെ കാരണം ആരും അന്വേഷിക്കില്ല. എല്ലാവരും അങ്ങനെയല്ല കേട്ടോ. നല്ല ഫ്രണ്ട്സ് ഉണ്ട്, പരസ്പരം മനസ്സിലാക്കുന്ന ഫ്രണ്ട്സ് ഉണ്ട്. ഞാൻ എപ്പോഴും അവരെ റെസ്പെക്ട് ചെയ്യുന്നു. ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾക്കൊന്നും മനസ്സിലായില്ലെന്ന് എനിക്കറിയാം. പക്ഷേ നമ്മുടെ മനസ്സാക്ഷിക്ക് ശരിയെന്ന് തോന്നുന്നത് ചെയ്യുക. ഒരിക്കലും ആരും ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് സന്തോഷമോ സ്നേഹമോ ഒന്നും അഭിനയിക്കാതിരിക്കുക. നല്ല ഫുഡൊക്കെ കഴിച്ച് ലെറ്റ്സ് എൻജോയ്.